ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പ്രഭാവതി പി എൻ. നമ്മളെ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, സോറി ചോദിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഐബ്രോ, നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് പഠിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് ഐബ്രോ വരയ്ക്കാൻ പഠിക്കാം. അപ്പം ഐബ്രോ വരയ്ക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ഇത് ഇങ്ങനെ ഒരു ആംഗിൾ ബ്രഷ് വേണം. ഇത് നമ്മുടെ ഐബ്രോ പെൻസിലാണ്. അതുപോലെ തന്നെ ഐബ്രോ ലോക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞിട്ട് പൗഡർ ഉണ്ട്, അങ്ങനത്തെ സാധനം വാങ്ങണം. ഇത് ഐബ്രോ ലോക്കിംഗ് പൗഡർ അല്ല, ഇത് കവറപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതും അങ്ങനെ ഇതിന് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പം ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സാധനം കൂടെ വാങ്ങും. അല്ലെങ്കിൽ പൗഡറോ അങ്ങനെ എന്താണേലും നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കണം. ഐബ്രോ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം ഞാനിവിടെ വരച്ച് വെച്ചേക്കുന്നുണ്ട്. എനിക്ക് വരയ്ക്കാൻ അങ്ങനെ അറിയില്ല കേട്ടോ, അത് കാരണം അറിയാവുന്ന പോലെ വരച്ച് വെച്ചതാണ്. ഇത് ഐബ്രോ ആണ്. അപ്പം ഞാൻ ഇവിടെ ഇത് കണ്ടോ, ഡോട്ട് ഇട്ട് മുകളിലേക്ക് ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ഐബ്രോ നമ്മൾ വരയ്ക്കുമ്പം നമുക്ക് ആർച്ച്, ഇത് കണ്ടോ, ഇത് ആർച്ചാണ്. ഇവിടെ ആർച്ച് പോലത്തെ സംഭവം. ആ ആർച്ച് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐബ്രോയുടെ നമ്മൾ കണ്ണാടി നോക്കുന്ന സമയത്ത് കൃഷ്ണമണി ഇല്ലേ, കൃഷ്ണമണി നേരെ മുകളിലായിട്ടായിരിക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക. കൃഷ്ണമണി നേരെ മുകളിലായിട്ടായിരിക്കും നമുക്കൊരു ആർച്ച് വരിക. അപ്പോൾ ആ ഭാഗം നമ്മൾ ഒരു കുത്ത് ഇട്ട് കൊടുക്കണം. ഇവിടെ കണ്ടോ, ഞാനൊരു ചെറിയ കുത്തി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആർച്ചിന് ഫോക്കസ് ചെയ്യേണ്ട സ്ഥലം. അതിന് ശേഷമാണ് നമ്മളിനി വരയ്ക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ആദ്യം നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കോമ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഐബ്രോ ഒന്ന് ചെയ്ത് കൊടുക്കണം. കോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐബ്രോ പെൻസിലില്ല, ഐബ്രോ പെൻസിലിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കോമ്പ് കിട്ടും. അത് വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് ഐബ്രോ പെൻസിലിൻ്റെ കോമ്പ് ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. പക്ഷെ അതൊന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ വളച്ചു കൊടുക്കണം. വളച്ചു കൊടുത്തിട്ട് നമ്മൾ കോമ്പ് ചെയ്യണം. ആദ്യം പശ ചെയ്യണം, അതിന് ശേഷം നമ്മൾ ഐബ്രോ വരയ്ക്കാൻ വേണം. അപ്പോൾ അതിലൊരു ഐബ്രോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡ്സ് ഉപയോഗിക്കാം. അതിൽ ആദ്യത്തേതാണ് ഷേപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുന്നത്. ഇനി ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ബ്രഷ് കണ്ടോ, ഇതൊരു ആംഗിൾ ബ്രഷ് എന്ന് പറഞ്ഞ ബ്രഷാണ്. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഐബ്രോ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഐബ്രോയിൽ നിന്ന് കുറച്ച് മഷി എടുക്കുക, ഇങ്ങനെ പുരട്ടിയിട്ട് മഷി എടുക്കുക. മഷി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു. ഇവിടുന്ന് നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് കണ്ടോ, ഈ ലെവലിൽ പിടിച്ചിട്ട് താഴേക്ക് നൈസായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതായത് ആർച്ച് ടു ഔട്ടർ കോർണർ, ഇതാണ് ആർച്ച് ടു ഔട്ടർ കോർണറുള്ള ഫസ്റ്റ് സ്റ്റെപ്സ്. അതായിരിക്കും നമ്മളൊരു ഐബ്രോ വരയ്ക്കാൻ നേരത്തെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇതാണ് ഒന്നാമത്തെ, ഇതാണ് ആർച്ച് ടു ഔട്ടർ കോർണർ. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ചെടുക്കേണ്ടത്. അതിന് സെക്കൻഡ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഭാഗമാണ്. ഇത് കണ്ടോ, നമ്മുടെ ഡൗൺ ഹെയർ ലൈൻ. ഇതാണ് ഡൗൺ ഹെയർ ലൈൻ. താഴെയുള്ള ഈ ഹെയർ ലൈനിലൂടെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകും, ഫുള്ളായിട്ടും ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. അതിന് നമുക്ക് ആംഗിൾ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ബ്രഷ് എടുത്തതിന് ശേഷം ആംഗിൾ ബ്രഷ് വെച്ചിട്ട് ആംഗിൾ ബ്രഷിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പിടിക്കണം കേട്ടോ. ചെരിഞ്ഞ വീതി കുറഞ്ഞ ഭാഗം ഈ തുടക്കത്തിൽ വെക്കുക, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പോകണം. ഇങ്ങനെ വരച്ചങ്ങ് പോവുക ഉടൻ വരെ. ആംഗിൾ ബ്രഷ് നല്ല രസത്തിൽ നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം ഇത് രണ്ടാമത്തെ സ്റ്റെപ്സ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്സ് 2. ഇത് ഡൗൺ ഹെയർ ലൈൻ ടു ഔട്ടർ കോർണർ. ഇത് കോർണർ. ഓക്കെ, ഇത് താഴെയുള്ള ഈ ഹെയർ ലൈനിൻ്റെ താഴെയുള്ള അതിലൂടെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നതാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്സ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്സ് ഇവിടെയാട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്സ് ഇവിടെയാണ്. ഇത് അപ്പർ ഹെയർ ലൈൻ ടു ആർച്ച്. നമ്മൾ ഇനി വരച്ചു കൊടുക്കുന്നത് പറഞ്ഞു, ആംഗിൾ ബ്രഷ് യൂസ് ചെയ്യാൻ പറഞ്ഞു, അതായിരിക്കും ബെറ്റർ. അപ്പർ ഹെയർ ലൈൻ ടു
ടു ആർച്ച്. ഇവിടെയാണ് ആർച്ചിലേക്ക് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ആർച്ച് വരച്ചാണല്ലോ, ആർച്ചിന് താഴേക്ക് വരച്ചുകൊണ്ട് പിന്നെ നമുക്ക് ഇത് ഫുള്ളായിട്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടം വെച്ച് ഇവിടം വരെ വരച്ചാൽ മതി. ചില മഷിയാണ് ഇത് സംഭവം. ഒരുപാട് നമ്മൾ അങ്ങനെ വരച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് മഷി വന്നിട്ട് വൃത്തികേടാവും. കൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ പോവാം. ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. ഇത് ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്യാണ്. ഇത് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ ഫില്ല് ചെയ്യുക, അതായത് ആർച്ച് ടു ഔട്ടർ കോർണർ ഫസ്റ്റ് ഫില്ല് ചെയ്യുക. ഈ ഡോട്ട് ഇട്ടില്ലേ ഇതിൻ്റെ താഴേക്ക് കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം ഫസ്റ്റ് ഫില്ല് ചെയ്യണം. നന്നായിട്ട് ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ സെക്കൻഡ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെ വരെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിലേക്ക് പോകണ്ട, ഒരു 1/4 ഭാഗം തോന്നുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഇവിടം വരെ നമ്മൾ ലൈറ്റായിട്ട്, ഇത്രയും ഡാർക്കാക്കി ഇടണ്ട, കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് നമ്മളിവിടെ ഇച്ചിരി ലെവല് കുറച്ചുകൂടെ കൂട്ടി, ഇത്രയല്ല ഇതിനേക്കാളും കുറച്ച് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഐബ്രോ വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതേ കളർ തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടേ ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഇങ്ങനെ നമ്മൾ ചെയ്യുക. ഇവിടെ ഡാർക്ക് എടുക്കുക, ഇവിടെ ഒരു മീഡിയം എടുക്കുക. ഇത് ഡാർക്കാണ്, ഡാർക്ക്, ഇത് മീഡിയം. പിന്നെ ഇവിടെ നമ്മൾ എടുക്കുന്നത് ലൈറ്റ് ആയിരിക്കണം കേട്ടോ, ലൈറ്റ് ഷെയ്ഡ്. അത് നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട്, അതായത് ഫ്രണ്ട് വശം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ബ്രഷ് ഇല്ലേ, ഐബ്രോ പെൻസിലിന്റെ അറ്റത്തുള്ള ബ്രഷ് ഇല്ലേ, ആ ബ്രഷ് വെച്ചിട്ട് ആദ്യം നമ്മൾ ഇവിടെ തൊട്ട് ഇങ്ങനെ കോംബ് ചെയ്യുക. ഇങ്ങനെ കോംബ് ചെയ്ത് ഈ മഷി ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്കുക. അതിനുശേഷം പതുക്കെ ഇങ്ങോട്ടേക്കും വരിക. നമ്മൾ സെക്കൻഡ് മീഡിയത്തിലേക്ക് എടുത്തില്ലേ, അതിലേക്കും വരിക. അതങ്ങനെ കോംബ് ചെയ്യുക. ആ ബ്രഷ് തന്നെ ഫ്രണ്ടിലേക്ക് എടുത്താൽ മതി. വരയ്ക്കേണ്ട ആവശ്യം, അവിടെ ഐബ്രോ മഷി അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു നാച്ചുറൽ ലുക്കിലേക്ക് നമ്മുടെ ഐബ്രോനെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഡാർക്ക് കളറാണ്, ഇവിടെ മീഡിയം കളറാണ്, ഇവിടെ ലൈറ്റ് കളറാണ്. ആ കളറിന് വേണ്ടിയിട്ട്, ആ ലൈറ്റ് കളർ എടുക്കാൻ വേണ്ടി നമുക്ക് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇവിടെ ലൈറ്റ് കളർ കേട്ടോ. ചെറുങ്ങനെ കൊടുത്താൽ മതി കണ്ടോ, ചെറുങ്ങനെ കൊടുത്താൽ മതി ലൈറ്റ്. അപ്പം 3 ഷെയ്ഡിലാണ് നമ്മളിവിടെ വരയ്ക്കാത്തത്. അതായത് ഐബ്രോ വരയ്ക്കേണ്ട ഷെയ്ഡ്സ് SHDS ഷെയ്ഡ്സ്: 1 ഡാർക്ക്, 2 മീഡിയം, 3 ലൈറ്റ് HT. അപ്പം ഒന്ന് ഇവിടുന്ന് ആയിരിക്കണം തുടങ്ങേണ്ടത്, രണ്ടാമത്തെ ഇവിടുന്ന് ആയിരിക്കണം, മൂന്നാമത്തെ ലൈറ്റ് ആയിരിക്കും. ഈ 3 രീതിയിൽ നമ്മൾ പിന്നെ ഐബ്രോ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐബ്രോ നല്ല മനോഹരമായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഐബ്രോ ഫില്ലിങ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഫില്ലിങ് മനസ്സിലാക്കിയായിരിക്കുന്നു. ഐബ്രോയുടെ 2 സ്റ്റെപ്സ് കഴിഞ്ഞു. ആദ്യത്തേത് ഷേപ്പിംഗ് ആണ്, ഷേപ്പിംഗ് കഴിഞ്ഞു. രണ്ടാമത്തേത് ഫില്ലിംഗ് ആണ്, ഫില്ലിംഗ് കഴിഞ്ഞു. ഇനി 3ാമത്തെ സ്റ്റെപ്സ് ആണ് ലോക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കോണ്ടൂർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ ഐബ്രോ ലോക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോ നമ്മൾ മഷി കൊണ്ടൊക്കെ വരച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ ഐബ്രോ ഫുൾ ആകാതിരിക്കും. കവർ ചെയ്ത് എല്ലാം ഈക്വലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാം നമ്മുടെ സ്കിന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത്. ലോക്കിംഗ് പൗഡർ വെച്ചിട്ടും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നല്ല മനോഹരമായ ഒരു ഐബ്രോ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അതിന് 3ാമത്തെ സ്റ്റെപ്സ് ആണ് ലോക്കിങ്. ലോക്കിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്രഷോ, ഈ ആംഗിൾ ബ്രഷും ചെയ്യാം, അല്ലാതെ ഈ നമ്മുടെ ഈ ബ്രഷില്ലേ ഐബ്രോ പെൻസിലിന്റെ ബ്രഷ്, അത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ അത് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ പുറത്തേക്ക് നമ്മൾ ആ ലോക്കിംഗ് പൗഡർ ഇടണം. കൈയുടെ ഇവിടെ ഇടുക, എന്നിട്ട് നമ്മൾ ഈ ബ്രഷിനകത്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ഇവിടെ തുടങ്ങുക, സെക്കൻഡ് ഇവിടെ തുടങ്ങുക, ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ. ഇവിടുത്തെ ഹെയർ മുകളിലേക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക, അതിനനുസരിച്ച് നമ്മുടെ പെൻസിൽ പോകണം കേട്ടോ. ഇവിടുത്തെ ഹെയറൊക്കെ ഇങ്ങോട്ടൊക്കെ ആയിരിക്കും, പക്ഷെ ഈ ഭാഗത്തുണ്ട്. അപ്പം നമുക്ക് ലൈറ്റ് ഷെയ്ഡാ വേണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് അതിനകത്തേക്ക്
പോകാൻ നിൽക്കേണ്ട, പതുക്കെ കൊടുക്കുക. പക്ഷെ ശരിക്കും ഇവിടെ നന്നായി ഫില്ല് ചെയ്യുക, ഇവിടെ കുറച്ചും കൂടെ കയറ്റി കൊടുക്കുക, ഇവിടെ ലൈറ്റ് ആക്കുക. ഈ മെത്തേഡ്സും അതായത് ലോക്കിങ് ചെയ്യുമ്പോഴും ആ രീതി തന്നെ ചെയ്യുക. കുറച്ച് ടൈപ്സ് ഓഫ് ഐബ്രോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാവരുടെ ഐബ്രോ ഒരുപോലെയാണോ? അല്ല. അപ്പം ഇത് ഡിഫറെന്റ് ടൈപ്സ് ആണ് ഐബ്രോസ് ഒക്കെ ഉള്ളത്. ഇത് ആർച്ച് ഐബ്രോ ആണ്, ഒരു നോർമൽ ആർച്ച് ആയിട്ടുള്ള ഐബ്രോ ആണ്. ഇത് സ്ട്രെയിറ്റ് ഐബ്രോ ആണ്. ഇത് എസ് ഷേപ്പ്, ഇച്ചിരി ഫ്രണ്ട് വശം വളഞ്ഞത് കണ്ടോ, ഇത് ഈ ഷേപ്പിലൊക്കെ ഇരിക്കുന്ന ഒരു ഐബ്രോ ഉണ്ട്, ആ ഐബ്രോ ആണ്. പിന്നെ ഇത് റൗണ്ട് ഷേപ്പ്, ഭയങ്കരമായിട്ട് വളഞ്ഞിരിക്കുന്ന ഐബ്രോ. ഇത് ഡീപ്പ് ആർച്ച്, ഇച്ചിരി ആർച്ച് കൂടുതലായിട്ടുള്ള ഐബ്രോ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐബ്രോസ് ആണ്. എല്ലാവർക്കും ഒരുപോലത്തെ ഐബ്രോ അല്ല ഉള്ളത്. അപ്പൊ ഈ ഐബ്രോസിനെയൊക്കെ നമുക്ക് മനോഹരമായ ഐബ്രോ വരയ്ക്കാൻ വേണ്ടിയിട്ട്, വരച്ചാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ്സ് ഉപയോഗിക്കാം. ഈ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ മനോഹരമായിട്ട് ഐബ്രോ വരച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പിന്നെ ഐബ്രോസും ഓരോ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഈ രീതി ഉപയോഗിച്ച് വരച്ച് മനോഹരമാക്കാന്നുള്ള കാണിച്ചു തരാം. എനിക്കിവിടെ ആരുമില്ല, ഒരാളെ ഇരുത്തിയിട്ട് കാണിച്ചു തരാൻ വേണ്ടി ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ട് എടുത്തേക്കുന്നത്. എല്ലാവരും എന്നോട് സഹകരിക്കുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കണം, അറിയാവുന്ന സംശയങ്ങൾ ഞാൻ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒക്കെ നോക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.